നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. CPI സംസ്ഥാന സെക്രട്ടറിയായി കാനം രാജേന്ദ്രനെ തെരഞ്ഞെടുത്തു. മത്സരരംഗത്തുണ്ടായിരുന്ന KE ഇസ്മായിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ മൂലം അവസാന നിമിഷം പിൻവാങ്ങിയതോടെയാണ് കാനം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. KE ഇസ്മായിലിൻ്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നുവെന്നും പിൻവാങ്ങുകയായിരുന്നുവെന്നും കാനവും ഇസ്മായിലും സമ്മതിച്ചു. കടുത്ത ഭിന്നതകൾക്കിടയിലാണ് CPI സംസ്ഥാന നേതൃത്വം പുതിയ സെക്രട്ടറി തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. കേന്ദ്ര നേതാക്കളുടെ സാന്നിധ്യത്തിൽ സംസ്ഥാനത്തെ നേതാക്കൾ ആദ്യം യോഗം ചേർന്നപ്പോൾ മത്സരത്തിനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു. നേതൃത്വം തന്നെ കാനം രാജേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ KE ഇസ്മായിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനെത്തി. മത്സരം ഒഴിവാക്കണമെന്ന കേന്ദ്ര നേതാക്കളുടെ ആവർത്തിച്ചുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. തുടർന്നാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 89-അംഗ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്നത്. ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി 2 പേരുകൾ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുണ്ടെന്ന് കൗൺസിലിൽ അറിയിച്ചു. വോട്ടെടുപ്പിനുള്ള സാഹചര്യം ഉണ്ടെന്നും അത് ഒഴിവാക്കണമെന്നും സുധാകർ റെഡ്ഡി ആവശ്യപ്പെട്ടു. തുടർന്ന് സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന പന്ന്യൻ രവീന്ദ്രൻ കാനം രാജേന്ദ്രന്റെ പേര് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. മുൻ MLA PS സുബാൽ KE ഇസ്മായിലിന്റെ പേരും സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. VP ഉണ്ണികൃഷ്ണൻ ഈ നിർദ്ദേശത്തെ പിന്താങ്ങുകയും ചെയ്തു. ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് പിന്മാറുന്നില്ലെന്ന് ഇരുവരും കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു. വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങവേ കേന്ദ്ര നേതൃത്വം വീണ്ടും ഇടപെട്ടു. കാനത്തെയും KE ഇസ്മായിലിനെയും പ്രത്യേകം വിളിച്ച് ചർച്ച. ഒടുവിൽ ഇസ്മായിൽ അയഞ്ഞു. മത്സരത്തിൽ നിന്നും പിന്മാറുന്നതായി KE ഇസ്മായിൽ സംസ്ഥാന കൗൺസിൽ യോഗത്തെ അറിയിച്ചു. കാനം രാജേന്ദ്രനെ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു. കേരളത്തിൽ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇതുവരെ മത്സരം നടന്നിട്ടില്ലെന്ന ചരിത്രം ഇത്തവണയും നിലനിർത്തി. കേന്ദ്ര നേതൃത്വം തന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ KE ഇസ്മായിൽ പിന്മാറുകയായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കാനം രാജേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ദേശീയ നേതൃത്വം പ്രപ്പോസ് ചെയ്ത പേര് ഇതാണ്, എൻ്റെ പേരാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതുമായിട്ടൊരു മത്സരത്തിനും അതിന് തയ്യാറല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. ഒരാൾ പേര് പറഞ്ഞു, വേറൊരാൾ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് മത്സരം ഒഴിവാക്കാൻ താൻ പിന്മാറിയെന്ന് KE ഇസ്മായിലും പ്രതികരിച്ചു. എൻ്റെ പേര് ചില സഹാക്കൾ നിർദ്ദേശിച്ചു. ഞാൻ ഇല്ല, വെറുതെ നമ്മൾ തമ്മിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ മത്സരം വരുമ്പോൾ മത്സരത്തിന് ഞാനില്ല, ഞാൻ ഒഴിവായി. രാവിലെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ തിരുവനന്തപുരത്ത് മത്സരം നടന്നിരുന്നു. ഔദ്യോഗിക പാനലിനെതിരെ മത്സരിച്ച കുറ്റ്യാനിക്കാട് മധു എന്നാൽ പരാജയപ്പെട്ടു. റിപ്പോർട്ടർ കോട്ടയം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ VS സുനിൽകുമാർ MLA, രാഷ്ട്രീയ നിരീക്ഷകരായ ശ്രീ A സജീവൻ, ശ്രീ K വേണു, ശ്രീ ഭാസ്കരേന്ദ്ര ബാബു എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ VS സുനിൽകുമാർ, മത്സരം ഒഴിവാക്കി കാനം രാജേന്ദ്രനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. എന്താണ് ഒത്തുതീർപ്പ് ഫോർമുലയായി മാറിയത്? എൻ്റെ പ്രകാശ്, നിങ്ങൾ ഈ ഒത്തുതീർപ്പ് ഫോർമുലയൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല. ഞങ്ങളുടെ പാർട്ടി ഏകണ്ഠമായി സഖാവ് കാനം രാജേന്ദ്രനെ തെരഞ്ഞെടുത്തു. പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ കൂടി അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. ആ പേര് ഞങ്ങൾ അംഗീകരിച്ചു. വേറെ പേര് KE ഇസ്മായിലിന്റെ പേര് വന്നു. KE ഇസ്മായിൽ പറഞ്ഞു സെൻട്രൽ സെക്രട്ടറിയുടെ തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഇത് പറഞ്ഞാൽ ജനാധിപത്യപരമായി ഞങ്ങളുടെ പാർട്ടിക്കകത്ത് മത്സരം ഉണ്ടായില്ല. പിന്നെ മത്സരം ഒഴിവാക്കാൻ വേണ്ടി ഒത്തുതീർപ്പുണ്ടാക്കി എന്നൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം. നിങ്ങളിവിടെ വാർത്ത വായിച്ചപ്പോൾ എന്താ പറഞ്ഞെന്താ? ആദ്യം പേര് ഉന്നയിക്കപ്പെട്ടു, പിന്നെ മത്സരത്തിന്റെ വേദി ഉണ്ടായി, എക്സിക്യൂട്ടീവ് സെക്രട്ടേറിയറ്റ് ഇടപെട്ടു. ഇത് എവിടുത്തെ കാര്യം എനിക്കറിയില്ല. ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ്, കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളാണ്, സ്റ്റേറ്റ് കൗൺസിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ യോഗം നടന്നപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മെമ്പർമാരായിട്ട് ആളുകൾ പറഞ്ഞു, ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടി നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രപ്പോസൽ വെക്കാൻ പോവാണ്. ശരി, ഞങ്ങൾ അവിടെ മീറ്റിംഗ് കൂടാൻ പറയും. മീറ്റിംഗ് കൂടി. അപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് മീറ്റിംഗ് കൂടിയിട്ട് അവരെല്ലാവരുമായി ചർച്ച ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ ഒരു പേര് വെച്ചു. ആ പേര് വെച്ചപ്പോൾ വേറൊരു പേര് നിർദ്ദേശിക്കപ്പെട്ട ആള് പിൻവാങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്താണ് മത്സരം? ഇത് ജനാധിപത്യപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു മത്സരം ഉണ്ടായി ഞങ്ങളുടെ ആകാശം ഇടിഞ്ഞു വീഴാനും പോകുന്നൊന്നുമില്ല. മുമ്പ് പലപ്പോഴും മത്സരം ഉണ്ടായ ചരിത്രം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, പേരുകൾ മുമ്പുണ്ടായി വന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ കാര്യമൊന്നുമല്ല. ഒരു പാർട്ടിക്കകത്ത് ജില്ലയിലാണെങ്കിലും ലോക്കൽ കമ്മിറ്റിയിലാണെങ്കിലും മണ്ഡലം കമ്മിറ്റിയിലാണെങ്കിലും പിന്നെ നാഷണൽ കൗൺസിലാണെങ്കിലും ഒരാൾക്ക്. ശ്രീ VS സുനിൽകുമാർ, മത്സരം ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ സംസ്ഥാന കൗൺസിലിലേക്ക് ചില സ്ഥലങ്ങളിൽ ചില ജില്ലകളിൽ നിന്ന് മത്സരമുണ്ടായി, ചിലർ പരാജയപ്പെട്ടു. സെക്രട്ടറി സ്ഥാനത്തേക്ക് കാനം രാജേന്ദ്രൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ PS സുബാലും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണനും എല്ലാം KE ഇസ്മായിലിൻ്റെ പേര് വയ്ക്കുന്നു. അതിനുശേഷം താങ്കൾ പറഞ്ഞ പോലെ കേന്ദ്ര നേതൃത്വം ചർച്ച നടത്തിയ ശേഷം ഇസ്മായിൽ പിൻവാങ്ങുന്നു. ഇത് ആ പിൻവാങ്ങൽ മത്സരമൊന്നുമില്ല, എല്ലാവരും ഏകാഭിപ്രായമാണെങ്കിൽ കാനം രാജേന്ദ്രന്റെ പേര് വരുന്നു. പ്രകാശ് പറയുന്ന പോലെയല്ല. പറയൂ പ്രകാശ്. ഞാൻ പ്രകാശിനോട് പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടുന്നു. ഞങ്ങൾ ആദ്യത്തെ മീറ്റിംഗ് കൂടുന്നതിന് മുമ്പ് ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും ഒരു 10 മിനിറ്റ് കൂടിയതിനു ശേഷം നിങ്ങളുടെ മുമ്പിൽ വരാമെന്ന് പറയുന്നു. അതിന് മുമ്പ് കൂടിയതിനു ശേഷം ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ്. അതിൻ്റെ ഇടയിൽ 2 തവണ കൂടുന്ന പരിപാടി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല.
ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് അല്ല, കിട്ടിയ സുനിൽ പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാം. പക്ഷേ ഇതിപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ സംസ്ഥാന സമ്മേളനത്തിന്റെ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ വേറെ പേര് വന്നോ, കാനൻ രാജേന്ദ്രനെ മാത്രം ഏകണ്ഠമായി തിരഞ്ഞെടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ കാനൻ രാജേന്ദ്രനെ മാത്രം പേരേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞയാളാണ് പന്ന്യൻ. പക്ഷേ അതിന് തൊട്ടു മുമ്പ് പുറത്തു വന്ന കെ ഇ ഇസ്മായിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ എൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. നാഷണൽ കൗൺസിൽ എന്നോട്, ഞാനും കാനൂൻ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്, എന്നോട് അതിലൊരു നിർദ്ദേശം വന്നു, ഞാൻ അതനുസരിച്ച് അതിൽ നിന്ന് പിൻവാങ്ങി എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ കാനൻ രാജേന്ദ്രൻ്റെയും അതുപോലെ സി ദിവാകരൻ്റെയും പേര് വന്നു, അന്ന് ഇവർ രണ്ടുപേരുമല്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ് ദേശീയ നേതൃത്വം സ്വീകരിച്ചത്. ഇത്തവണ പക്ഷേ രണ്ടു പേരുടെ പേര് വന്നപ്പോൾ അതിൽ ഒരാളെ ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നു, ഒരാളുടെ കാര്യത്തിൽ അദ്ദേഹം പിൻവാങ്ങുന്നു. എന്താണ് ആ മാറ്റത്തിന് കാരണം? ഇതിനകത്ത് വേറെ നിങ്ങൾ സങ്കീർണമായ കാര്യങ്ങളെ പറ്റി നിങ്ങളെല്ലാം ഒരുപാട് പാർട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ CPI-ക്കകത്തും വലിയ രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടെടുപ്പും ബൂത്ത് പിടുത്തം നടത്തുന്ന പോലെ നടത്തുന്നു എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി ദയവായി പ്രകാശ് ശ്രമിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ പ്രശ്നം, നിങ്ങൾക്ക് പറയുന്നുണ്ട് ഞാൻ ഒന്നും വിചാരിക്കരുത്. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് കഴിഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പന്ന്യൻ രവീന്ദ്രൻ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സഖാവ് CK ചന്ദ്രപ്പൻ മരിച്ചതിന് ശേഷം ആര് സെക്രട്ടറി ആവണമെന്ന തീരുമാനത്തിൽ സി ദിവാറിന്റെ പേരാണ് സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തും വന്നത്. അതിന് എതിരഭിപ്രായം ഉണ്ടായി. ആ എതിരഭിപ്രായത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റ് മെമ്പർമാർ വീണ്ടും ആലോചിച്ച് എന്നാൽ പന്ന്യൻ രവീന്ദ്രന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. പന്ന്യൻ രവീന്ദ്രന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ട വേറെ അഭിപ്രായം ഉണ്ടായില്ലോ, ഞങ്ങൾ അംഗീകരിച്ചല്ലോ. അപ്പൊ സി ദിവാരം വേണ്ട എന്നൊരു തീരുമാനം പാർട്ടിക്കകത്ത് പൊതുവെ ഉണ്ടായപ്പോ പകരം വന്നൊരു പേര് കാൻ രാജേന്ദ്രൻ എന്ന്, പക്ഷേ സെക്രട്ടേറിയറ്റ് എല്ലാം കൂടി പന്ന്യൻ രവീന്ദ്രന്റെ പേര് തീരുമാനിച്ചപ്പോൾ അവിടെ കാൻ രാജേന്ദ്രൻ തന്നെ വേണമെന്ന് ആരും കടുംപിടുത്തം പിടിച്ചില്ല. അവിടെ സഖാവ് പന്ന്യൻ രവീന്ദ്രന്റെ പേര് ഞങ്ങൾ അംഗീകരിച്ചു. ഇത്തവണ ഞങ്ങളുടെ പാർട്ടി സെൻട്രൽ സെക്രട്ടേറിയറ്റ് ചെയ്ത എന്താ, സ്റ്റേറ്റ് കൗൺസിൽ യോഗം തുടങ്ങുമ്പോൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞങ്ങളൊരു മീറ്റിംഗ് കൂടുന്നു, ആ മീറ്റിംഗിൽ ഞങ്ങൾ പ്രപ്പോസൽ വയ്ക്കാമെന്ന് പറയുന്നു. ആ പ്രപ്പോസൽ ഞങ്ങളുടെ അനുവാദത്തോടു കൂടി പോയി മീറ്റിംഗ് കൂടി പ്രപ്പോസൽ വയ്ക്കുന്നു. ആ പ്രപ്പോസൽ സംബന്ധിച്ച് പിന്നെ വേറെ ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റിക്കകത്തുള്ള എല്ലാ അംഗങ്ങൾക്കും ആരുടെ പേര് പറയാനുള്ള ജനാധിപത്യ അവകാശമുണ്ട്. ആ ജനാധിപത്യ അവകാശം അനുസരിച്ച് ഒരാൾ പേര് പറയുന്നു, ആ പേര് പറയുന്ന നിർദ്ദേശിക്കപ്പെട്ട ആളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു, അദ്ദേഹം പറയുന്നു സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമാണ് ശരി. ശരി സുനിൽകുമാർ, അതായത് നിങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ്, നിങ്ങൾക്ക് അഭിപ്രായ പ്രകടനത്തിന് എല്ലാ അവസരവുമുണ്ട് എന്ന് പറയുമ്പോഴും സംസ്ഥാന കൗൺസിലിൽ ഒരു പേര് PS സുബാൽ ഉന്നയിക്കുന്നു, അത് ഇസ്മായിലിൻ്റേതാണ്. പക്ഷേ ദേശീയ നേതൃത്വം വയ്ക്കുന്ന പേര് എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോൾ ദേശീയ നേതൃത്വം എന്ന് പറയുന്നത് ഇസ്മായിലും കാനവും എല്ലാം ഉൾപ്പെടുന്ന അവർ ചർച്ച ചെയ്തിട്ട് കാനത്തിൻ്റെ പേര് കാനം മുന്നോട്ട് വരുന്നു, ഇസ്മായിൽ പിൻവാങ്ങുന്നു. അപ്പോൾ സംസ്ഥാന കൗൺസിലിന് ഈ കാര്യത്തിൽ ഒരഭിപ്രായവുമില്ല. ദേശീയ നേതൃത്വം എന്ത് പറയുന്നോ, കഴിഞ്ഞ തവണയത് നടപ്പായി, ഇത്തവണയത് നടപ്പായി. ആ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളല്ല ഈ കാര്യത്തിൽ ആര് സെക്രട്ടറി ആകണം എന്ന് തീരുമാനിക്കുന്ന നിങ്ങളുടെ പാർട്ടിയിൽ ദേശീയ നേതൃത്വമാണ്. എന്റെ പ്രകാശ ഇങ്ങനെ വ്യാഖ്യാനിക്കല്ലേ. നിങ്ങൾ എന്താണ് ഈ പറയുക, ആടിനെ പട്ടിയാക്കുന്ന വ്യാഖ്യാനം നിങ്ങൾ നടത്തല്ലേ. നിങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടനയെ പറ്റി നന്നായിട്ട് അറിയുന്ന ഒരാളാണല്ലോ. ഇവിടെ തീരുമാനം എടുക്കാൻ ഭരണഘടനാപരമായ അവകാശം ഞങ്ങൾക്കാണ്, പാർട്ടി സ്റ്റേറ്റ് കൗൺസിലല്ലേ. കഴിഞ്ഞ അവിടെ സ്റ്റേറ്റ് കൗൺസിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് കൗൺസിൽ അല്ലാതെ ആർക്കും തീരുമാനം എടുക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് കൗൺസിലിന്റെ മുൻപാകെ ഞങ്ങളുടെ പാർട്ടിയുടെ രീതി അനുസരിച്ച് സാധാരണ നിലയിൽ ബ്രാഞ്ച് സെക്രട്ടറി ആരായിരിക്കണം എന്നതിനെ പറ്റി ഒരു നിർദ്ദേശം വെക്കുന്ന അവകാശം ഞങ്ങളുടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി നിർദ്ദേശം വെക്കും. ആ നിർദ്ദേശം അവർ അംഗീകരിച്ചാൽ മാത്രമേ നടപ്പാക്കാൻ കഴിയൂ. വ്യക്തമാണ്. താങ്കൾ പറയുന്നത് വ്യക്തമാണ്. ശ്രീ A സജീവൻ, ഇപ്പോൾ സോവിയറ്റ് യൂണിയന്റെ തകർച്ച, അതിനുശേഷം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചില തിരിച്ചറിവുകളിലേക്ക് എത്തി. അങ്ങനെയാണ് CPIM-ൽ അതിൻ്റെ ചെന്നൈ പാർട്ടി കോൺഗ്രസ്സിന്, മദ്രാശി പാർട്ടി കോൺഗ്രസ്സിന് ശേഷം തെരഞ്ഞെടുപ്പാകാം എന്ന് പറഞ്ഞു. 91 മുതൽ ആ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ആദ്യം EK നായനാരും VS അച്യുതാനന്ദനും മത്സരിച്ചു. അതിനുശേഷം മത്സരങ്ങളുണ്ടായി. ഇപ്പോൾ അവർ മത്സരം അവസാനിപ്പിച്ച് വീണ്ടും പാനൽ സിസ്റ്റത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. CPI-ൽ കഴിഞ്ഞ ഒരിക്കലും മത്സരം ഉണ്ടായിട്ടില്ല സെക്രട്ടറി സ്ഥാനത്തേക്ക്, ഇനിയും ഉണ്ടാകില്ല എന്ന് പന്ന്യൻ പറഞ്ഞു. അത് ഏറ്റവും വലിയ ഒരു നേട്ടമായി അവതരിപ്പിക്കപ്പെടുന്നു. ഇത്തവണ തന്നെ സംസ്ഥാന കൗൺസിലിന് മുന്നിൽ സംസ്ഥാന കൗൺസിലിൽ ഒരു പേര് ഉയർന്നെങ്കിലും ദേശീയ നേതൃത്വം ഇതാണ് നിങ്ങളുടെ സെക്രട്ടറി എന്ന് പറയുന്നു, സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കുന്നു. ഇതിനെയാണോ ശരിക്കും ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയേണ്ടത്? അല്ല, ഇത് നമുക്ക് വളരെ വ്യക്തമാണല്ലോ. ഇപ്പോൾ സുനിൽകുമാർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ പാർട്ടിയിൽ സംസ്ഥാന കൗൺസിലാണ് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു.
അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ കേന്ദ്ര നേതൃത്വത്തിന് ഇടപെടലിൻ്റെ ആവശ്യമില്ലല്ലോ, ഇവർക്ക് നേരിട്ടെടുക്കാമായിരുന്നു. അപ്പോൾ സുനിൽ ഒരു പക്ഷേ നമ്മളോട് ചോദിക്കുമായിരിക്കും, ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആള്, ഈ സംസ്ഥാന കൗൺസിലിൽ പങ്കെടുത്തുള്ള ആള്, നിങ്ങളിത് ഇവിടെ നിന്ന് ഞാൻ പറയുന്നതിനേക്കാൾ വലുതാണോ നിങ്ങൾ പറയുന്നതൊക്കെ? തീർച്ചയായിട്ടും സുനിൽ പറയുന്നത് നമ്മൾ സമ്മതിക്കാം. ഇത് പുറമേ നിന്ന് കാണുന്നതും കേൾക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം, ഇതിനു മുമ്പ് ചന്ദ്രപ്പന് ശേഷം ആരാവണം പാർട്ടി സെക്രട്ടറി എന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്ന ഘട്ടത്തിൽ അന്ന് നമുക്കറിയാം ഇതേപോലെ പ്രശ്നങ്ങളുണ്ടായത് ആദ്യം പുറത്തു വന്നില്ല. അത് ഒരു സംഭവം ഉണ്ടായില്ല എന്നാണ് എല്ലാ ആളുകളും, സുനിൽകുമാറിനെ പോലെ എല്ലാ ആളുകളും അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതേ സമയത്ത് നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ പുറത്ത് വന്നില്ല വെഞ്ഞാറമൂട് ശശി. ഇപ്പോൾ നേരത്തെ ശശി ഉൾപ്പെടെയുള്ള ആളുകൾ മൗനം ദീക്ഷിച്ചതാണ്. ഇപ്പോൾ ശശി പറയുന്നു അന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം അതിരൂക്ഷമായിരുന്നു എന്ന്. ഇതേപോലെ ഒരാൾ പുറത്തു വരുമ്പോഴാണല്ലോ അതിനകത്തുള്ള കാര്യങ്ങൾ വരിക. ഇവ നമുക്കറിയാവുന്നതുപോലെ കാനം രാജേന്ദ്രനും കെ ഇസ്മായിലും തമ്മിൽ രൂക്ഷമായിട്ടുള്ള അധികാര മത്സരം, അല്ലെങ്കിൽ സെക്രട്ടറി ആവാനുള്ള മത്സരം നടന്നിരുന്നുവെന്നും അതിനുവേണ്ടിയുള്ള ലോബിയിങ് നടന്നിരുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് പുറത്തുള്ള ആളുകൾക്കൊക്കെ വ്യക്തമാണ്. ആ സംഭവം ഇല്ല എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായും ഞങ്ങൾ ഇതാ സമവായ സ്ഥാനാർത്ഥിയായിട്ട് അല്ലെങ്കിൽ ഏകകണ്ഠമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നു, ഒരാളെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്ന പോലെ കാനത്തിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ ഒരു മത്സരം നടന്നില്ല. പക്ഷേ ഈ മത്സരം നടക്കാത്തതിൻ്റെ പിന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശക്തമായ ഇടപെടലാണ്. വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ശ്രീ കെ വേണു, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലുകൾ വഴി ഓരോ സമയത്തും ആരായിരിക്കണം സംസ്ഥാന സെക്രട്ടറി, എങ്ങനെയായിരിക്കണം? ഇപ്പോൾ പാർട്ടിയിൽ വച്ച സംഘടനാ രേഖ അത് ഏതാണ്ട് തർക്കമില്ലാതെ അംഗീകരിക്കപ്പെട്ടു CPI-യിൽ. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളും വലിയ പ്രശ്നങ്ങളില്ലാതെ പൂർത്തീകരിക്കപ്പെട്ടു. സെക്രട്ടറി സ്ഥാനത്തേക്കാണ് ആളുകൾ മത്സരിക്കാനായി ഉയർന്നു വരുന്നത്. മത്സരം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല എന്ന് പ്രധാനപ്പെട്ട CPI നേതാക്കൾ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിപ്പോൾ സംസ്ഥാന കൗൺസിലിൽ ഒരു പേര് ഉയരുന്നു, നാഷണൽ കൗൺസിൽ മറ്റൊരു പേര് നിർദ്ദേശിക്കുന്നു. മനസ്സിലാക്കപ്പെടുന്ന കാര്യമനുസരിച്ചാണെങ്കിൽ കെ ഇസ്മായിലിന് 89 അംഗ സംസ്ഥാന കൗൺസിൽ ഏതാണ്ട് 50 പേരുടെ പിന്തുണയുണ്ട്. പക്ഷേ കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആകട്ടെ, കെ ഇസ്മായിൽ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കട്ടെ എന്ന ഒരു ഒത്തുതീർപ്പ് ഫോർമുല പോലെ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരം അവസാന നിമിഷം ഒഴിവാക്കപ്പെടുന്നു. ഇത്തരം ഒത്തുതീർപ്പുകൾ CPI അവകാശപ്പെടുന്ന പോലെ പാർട്ടിയെ അതിൻ്റെ തകർച്ചയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് പാർട്ടികളെ പോലെയല്ല CPI എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കുമോ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിൽ ആശയസമരവും സംഘടനാ തലത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരമൊക്കെ നടക്കണം എന്നാണ് പൊതുവിൽ മനസ്സിലാക്കപ്പെട്ടു പോന്നിട്ടുള്ളത്. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്റ്റാലിനിസ്റ്റ് കാലത്തൊക്കെ തന്നെ അത് പൂർണ്ണമായും നിഷേധിക്കപ്പെടുകയും വളരെ സ്വേച്ഛാധിപത്യപരമായ രീതികൾ വളർന്നു വരികയും ചെയ്യുകയുണ്ടായി. പക്ഷേ പൊതുവിൽ ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാർലമെന്ററി ജനാധിപത്യം പ്രവർത്തിക്കുന്ന പാർട്ടികളെന്ന രീതിയിൽ കുറെ കൂടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നു എന്ന ധാരണയാണ് പൊതു സൃഷ്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള മത്സരങ്ങൾ, ആശയസമരങ്ങൾ ഒന്നും തന്നെ അസ്വാഭാവികമായി കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. മാത്രമല്ല ആരോഗ്യകരമായ അത്തരം സമരങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഗ്രൂപ്പ് വടം വലിയും അതുകൊണ്ട് ഭിന്നിപ്പിലേക്ക് നീങ്ങും എന്നൊക്കെ ഭയപ്പെടുന്നതിലൊന്നും അർത്ഥമില്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ തീരുമാനങ്ങൾ എടുക്കുക, അതനുസരിച്ച് ഏകീകൃത തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവിക പ്രക്രിയയാണ്. പക്ഷേ അതിനെ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം പൊതുവിൽ ഈ പാർട്ടികളിലെല്ലാം തന്നെ കുറേ നാളായിട്ട് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ സമവായം ഉണ്ടാക്കണം, ഒത്തുതീർപ്പുണ്ടാക്കണം, മത്സരം നടക്കാൻ പാടില്ല എന്ന രീതിയിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. അത് അനാരോഗ്യകരമായൊരു പ്രവണതയുടെ പ്രതിഫലനമാണ്. അത് പൊതുവിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ രണ്ട് പാർട്ടി, CPI ആയാലും CPM ആയാലും പൊതുവിൽ ആ പാർട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് അടിസ്ഥാനപരമായ കുറേ അപജയങ്ങളുണ്ട്. ഈ പാർട്ടികളൊക്കെ തന്നെ അധികാര പാർട്ടികളായി മാറിയതിന് ശേഷമുള്ള മാറ്റങ്ങളാണത്. അതുകൊണ്ട് തന്നെ മത്സരം എന്ന് പറയുമ്പോൾ അധികാര മത്സരമൊക്കെയായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്.
അത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അനാരോഗ്യ പ്രവണതകൾ പലതും വരുന്നത്. അതുകൊണ്ടാണ് നേതൃത്വങ്ങൾ അതിനെ ഭയപ്പെടുന്നതും മുകളിൽ നിന്ന് ഇടപെട്ടുകൊണ്ട് സമവായം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ CPI അതിൽ നിന്നും ഒട്ടും ഒഴിവല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇതിൽ നിന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഇടപെടൽ കൊണ്ടുണ്ടായത് പന്ന്യൻ രവീന്ദ്രൻ പറയുന്ന പോലെ അതിന് തനിക്ക് ശേഷിയില്ലാത്ത ഒരാളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആ നേതൃത്വ സ്ഥാനം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്, ഇപ്പോൾ മത്സരം ഒഴിവാക്കാൻ വേണ്ടി. അതുകൊണ്ട് സംഘടനയ്ക്ക് എന്ത് നേട്ടം ഉണ്ടായി? അപ്പോൾ ആ മത്സരം ഒഴിവാക്കുക എന്നൊക്കെ പറയുന്ന ആ രീതി വളരെ അനാരോഗ്യകരമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലായാൽ പോലും മത്സരവും ജനാധിപത്യ പ്രക്രിയയും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. അങ്ങനത്തെ ഒരു തുറന്ന അന്തരീക്ഷമാണ് വേണ്ടത്. അതാണ് ഇപ്പോൾ ഇവിടെ ഇല്ലാതായി പോകുന്നു എന്നുള്ളത് ഖേദപൂർവ്വം കാണേണ്ടിയിരിക്കുന്നു. ശ്രീ ഭാസുരേന്ദ്ര ബാബു, സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരാന്തരീക്ഷം രൂപപ്പെട്ടതും അതിനെ CPI മറികടന്നതും അവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ കാനൻ രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എന്താണോ CPI സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് CPIഎമ്മിനെതിരായ വിമർശനങ്ങളായി ഉയർന്നു കേട്ടത്, അതെല്ലാം തന്നെ വേറൊരർത്ഥത്തിൽ ശരിവെക്കുകയുണ്ടായത്. ഇപ്പോൾ സോളാർ സമരത്തിൽ വന്ന പാകപ്പിഴ, പ്രക്ഷോഭങ്ങൾ ഏറ്റെടുക്കുന്നതിൽ ജനങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ആ പ്രക്ഷോഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വരുന്ന പാളിച്ച, ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ രാഷ്ട്രീയമായി വികസിപ്പിക്കുന്നതിൽ സംഭവിക്കുന്ന വീഴ്ച, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച ശേഷം അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തോട് ചോദ്യം വരികയാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് CPI അവകാശവാദം ഉന്നയിക്കുമോ? അവരുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി പുറത്തു വന്ന വാർത്തകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി സ്ഥാനം ഇത്ര വർഷം എന്ന രീതിയിൽ പങ്കുവെക്കണം എന്ന വാർത്തയുണ്ടായിരുന്നു. അതിന് അദ്ദേഹം പറയുന്നത് അത് ചോദിക്കാൻ സമയമായിട്ടില്ല എന്നാണ്. അടുത്ത ചോദ്യം പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ്. പ്രതിപക്ഷ നേതാവ് ആരെന്ന് CPIഎമ്മിന് തീരുമാനിക്കാം, കാരണം അവരുടേതാണ് ആ പോസ്റ്റ് എന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നു, CPI ഇതിലും ശക്തി കുറഞ്ഞ് നിന്ന സമയത്ത് മറ്റൊരു മുന്നണിയിൽ മുഖ്യമന്ത്രി സ്ഥാനം CPIക്ക് ഉണ്ടായിരുന്നു. അതായത് അതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മാണിക്കല്ല CPIക്ക് അർഹതയുണ്ട്, അവകാശമുണ്ട് എന്ന ഒരു ക്ലെയിം മുന്നോട്ട് വച്ചിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ സാഹചര്യത്തെ വിശദീകരിക്കുന്നത്? വിശദീകരിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ശ്രീ PS സുനിൽകുമാറും K വേണുവും പറഞ്ഞ കാര്യങ്ങൾ. K വേണു പറയുന്നത് മത്സരം വരുന്നത് നല്ലതാണ്, മത്സരത്തെ നമ്മൾ അണിയിച്ചാനയിക്കണം, അത് ജനാധിപത്യ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തും ആണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ബൂർഷ്വാ പാർട്ടിക്ക് സ്വാഭാവിക ഗതിയിൽ മത്സരം വരും. ആ മത്സരത്തിലൂടെ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും ഒരു വിഭാഗം തോൽക്കുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ചുകൂടി എൻഹാൻസ്ഡ് ഡെമോക്രസി കാണുന്നു. തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ് എന്ന നിലയ്ക്ക് ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിച്ച് രണ്ടിനെയും തള്ളിക്കളയാതെ സിന്തസിസ് ഉണ്ടാക്കുന്നത് വഴി ഈ ബൂർഷ്വാ രീതിയിൽ കാണുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയെ ഉയർന്ന നിലവാരത്തിലുള്ള സമവായമാക്കി മാറ്റുന്ന ഒരു മെക്കാനിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. ഒരുപക്ഷെ വേണമെന്ന് അംഗീകരിക്കാൻ കഴിയില്ല. ശ്രീ A സജീവൻ, പലപ്പോഴും CPIഎം അഡ്ജസ്റ്റ്മെൻറ്റ് സമരം നടത്തുന്നു എന്ന് CPI വിമർശിക്കുമ്പോഴും CPIഎമ്മിനോട് രാഷ്ട്രീയമായി ആശയപരമായി കണക്ക് തീർക്കുക എന്നതാണ് CPI കേരള നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല. അങ്ങനെ വരുമ്പോൾ പന്ന്യൻ രവീന്ദ്രനെ ദേശീയ നേതൃത്വം ഇത് അംഗീകരിക്കൂ എന്ന് പറഞ്ഞ് നൽകിയപ്പോൾ അത് സംസ്ഥാന കൗൺസിൽ അംഗീകരിച്ചെങ്കിൽ ഇപ്പോൾ ആ പന്ന്യൻ രവീന്ദ്രൻ തന്നെ സ്വയം സമ്മതിക്കുന്നു താൻ അതിന് അത്രത്തോളം യോഗ്യനായിരുന്നില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ കാനൻ രാജേന്ദ്രൻ എന്ന നേതാവ്, എന്ന സംസ്ഥാന സെക്രട്ടറി CPIക്ക് സ്വതന്ത്രമായ വ്യക്തിത്വം ഇപ്പോൾ നൽകി ആ രീതിയിൽ CPIഎമ്മിനോട് വിലപേശി, ഇപ്പോൾ ഭാസുരേന്ദ്രബാബുവിനോട് ചോദിച്ച ചോദ്യം, മുഖ്യമന്ത്രി പദത്തിനടക്കം അവകാശവാദം ഉന്നയിച്ച് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം മുൻഗാമികളെക്കാൾ പ്രാപ്തനാണ്? അല്ല, CPI നേതാക്കന്മാരാരായാലും കുറേ കാലമായിട്ട് തുടർച്ചയായിട്ട് CPIഎമ്മുമായിട്ട് കടുത്ത വിലപേശലോ കടുത്ത മത്സരമോ ഒക്കെ നടത്തിയിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. കാനൻ രാജേന്ദ്രനെ കുറിച്ച് നമുക്കറിയാവുന്നത്, കാനൻ രാജേന്ദ്രൻ ഉള്ളതിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന ആളായിരുന്നുള്ളായിരുന്നു. പന്ന്യൻ രവീന്ദ്രൻ കുറെ കൂടി ലളിതമായ നിലപാടുകൾ എടുക്കുന്ന ആളെന്നാണ് നാം കരുതിയിരുന്നത്. പക്ഷേ താൻ അത്രമാത്രം ലളിതമായ നിലപാട് എടുക്കുന്ന ആളല്ല എന്ന് വരുത്താൻ വേണ്ടി അതിരൂക്ഷമായ രീതിയിൽ CPIഎമ്മിൻ്റെ അകത്തുള്ള എല്ലാ ഉൾപാർട്ടി പ്രശ്നങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനോടെല്ലാം അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരാളായിട്ട് അവസാന കാലത്ത് വളരെ രൂക്ഷമായിട്ട് നിലപാടുകൾ എടുത്തിരുന്നു.
കാനം രാജേന്ദ്രൻ്റെ കാര്യത്തിൽ പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെക്കുറിച്ച് വിചാരിച്ചിരുന്നതിനേക്കാൾ കുറച്ചുകൂടി മയപ്പെട്ട നിലപാടായിരിക്കുമോ അദ്ദേഹത്തിൻ്റേത് എന്ന ചിന്തിക്കാവുന്ന ചില സൂചനകളാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണങ്ങൾ. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളിൽ നിന്നും എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി പദവിയുടെ കാര്യത്തിലൊക്കെ ആ ചോദ്യത്തിന് അതൊന്നും പറയാൻ സമയമായിട്ടില്ല എന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അർഹതയുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചില്ല. ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് മറ്റു പല നേതാക്കന്മാരും. എനിക്ക് തോന്നുന്നത് കാനം രാജേന്ദ്രൻ്റെ ഒരു പരാമർശം എനിക്ക് വളരെ ശ്രദ്ധേയമായി തോന്നിയത്. അദ്ദേഹം നേരത്തെയൊക്കെ എത്രമാത്രം രൂക്ഷമായിട്ട് CPM-നെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം നടത്തിയ പരാമർശങ്ങളിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. ഞാൻ CPM വിരുദ്ധനല്ല, CPM-നോടുള്ള ഒരു പോരാട്ടമല്ല എൻ്റെ നയം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും അത് നടപ്പാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ കാനം രാജേന്ദ്രൻ സ്വരം കടുപ്പിക്കുകയല്ല, കുറെ കൂടി മയപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് CPM-മായ ഒരു സമവായത അദ്ദേഹത്തിന് അറിയാവുന്നതാണോ എന്ന് എനിക്കറിയില്ല, അറിയേണ്ടതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ. ഇടതുപക്ഷ വളരെ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിൽ പൊതുവെയും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് CPM-നേക്കാൾ കൂടുതൽ തിരിച്ചടികൾ നേരിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് CPI. അപ്പോൾ ഇടതുപക്ഷത്തിനുണ്ടാവുന്ന ഒരു ക്ഷീണം, അതേസമയത്ത് തന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കുണ്ടാവുന്ന ഒരു ഉയർച്ച, അങ്ങനെ ഒരു മേൽക്കൈ നേടാൻ കേരളത്തിൽ പോലും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കെ പരസ്പരം പോരാടുകയാണ്. ഒരു മുന്നണിയിൽ നിന്നിട്ട് കടുംപിടുത്തം കാണിക്കുകയും പരസ്പരം കടിച്ചു കയറാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഇപ്പോൾ കുറച്ചു കാലമായിട്ട് തുടർന്നു വന്നൊരു നടപടിയാണോ വേണ്ടത്? അതല്ല ഇടതുപക്ഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ CPI-യുടെയും ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ശ്രമമാണോ വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള വ്യക്തമാണ്. ശ്രീ കെ വേണു, ശ്രീ എ സജീവൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ CPI-യെ സ്വതന്ത്രമായി ശക്തിപ്പെടുത്തുക, CPM-നെ ഒരു മുഖ്യശത്രുവായി നിരന്തരം ആക്രമിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നായി കാണാതെ സ്വന്തം രാഷ്ട്രീയ അടിത്തറ വിപുലീകരിക്കുകയും പുതിയ കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ഐക്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യാൻ, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അത് കാനം രാജേന്ദ്രൻ എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ CPI-ക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് കഴിയുമോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പൊതുവിൽ പറയുന്നത് പോലെ CPI എപ്പോഴും ഒരു CPM വിരുദ്ധ വികാരം CPI-യിലെ പ്രത്യേകിച്ച് അണികൾക്കിടയിലെല്ലാം തന്നെ ശക്തമായി. ഇപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെയുള്ള ചർച്ചകളിലെല്ലാം തന്നെ അണികൾ മുഴുവൻ തന്നെ AKG സെൻറ്ററിൽ ഒതുങ്ങിക്കൂടുന്നൊരു നേതൃത്വം അല്ല വേണ്ടത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചു എന്ന് പറയണ്ടായി. അതിനൊരു കാരണമുള്ളത് പ്രാദേശിക തലങ്ങളിൽ CPM-ൻ്റെ ശക്തമായ മേധാവിത്വ ശ്രമങ്ങൾ CPI-യെ വല്ലാതെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. CPI-ക്ക് മാത്രം മേധാവിത്വം ഉണ്ടായിരുന്ന ഏതാനും മണ്ഡലങ്ങളിലെങ്കിലും കേരളത്തിലുണ്ടായിരുന്നു. ഇന്നൊരിടത്തുമില്ല. എല്ലാവിടെയും CPI രണ്ടാം സ്ഥാനത്താണ്. അവർക്ക് എന്തെങ്കിലും ഉള്ളിടത്ത് തന്നെ. അത് പടിപടിയായി വളരെ കൃത്യമായ ഒരു പ്രവർത്തന ശൈലിയിലൂടെ CPM നേടിയെടുത്ത മേധാവിത്വം തന്നെയാണ്. അതിനെ ചെറുത്ത് നിൽക്കാൻ CPI-ക്ക് കഴിയാതെ വരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് CPI അണികളുടെ ഇടയിലും നേതൃത്വത്തിനുള്ളിലൊക്കെ തന്നെ CPM വിരുദ്ധ വികാരം ഉണ്ടായി വരുന്നത്. അത് പെട്ടെന്ന് ഇല്ലാതാക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. പൊതുവിലുള്ള CPM-ന്റെ മേധാവിത്വ വലിയേട്ടൻ മനോഭാവത്തോടുകൂടിയുള്ള പൊതുവിലുള്ള വ്യക്തമാണ്. ശ്രീ VS സുനിൽകുമാർ, ഈ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇപ്പോൾ 6-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. പ്രക്ഷോഭത്തിന് യോജിച്ച രീതി നൽകി 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ വളരെ ശക്തമായി UDF-നെതിരെ BJP-ക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ വിപുലീകരണത്തിന് സഹായകമായി ഒന്നായി CPI സമ്മേളനം മാറിയോ? ആ രീതിയിലൊരു മുന്നോട്ട് പോക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പ്രകാശ്, ഞാൻ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്, CPI എന്ന് പറഞ്ഞാൽ CPM വിരുദ്ധ സംഘടനയല്ല. അത് കാനം രാജേന്ദ്രൻ മാത്രമല്ല, CPI തന്നെ CPM വിരുദ്ധമായ ഒരു രാഷ്ട്രീയമല്ല. ഞങ്ങൾ ഇവിടെ ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഴിമതി നിറഞ്ഞ UDF സർക്കാരിനെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിക്കലാണ്. BJP-യെ പോലെ വർഗീയ ഫാസിസ്റ്റ് സംഘടനയ്ക്കെതിരായി രാജ്യത്ത് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാക്കലാണ്.
അതാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ഔട്ട്പുട്ട്. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് മത്സരം നടന്നാൽ വേണുവേട്ടനെ പോലുള്ള ആളുകൾ പറയുന്നത് എന്താ, അവർക്ക് ഇതാ 2 ചേരിയായി നിന്നുകൊണ്ട് മത്സരം ഉണ്ടാക്കിയിരിക്കുന്നു, അവർ ഇതാ 2 ചേരിയായിരിക്കുന്നു എന്ന് പറയും. മത്സരം ഞങ്ങൾ ഒഴിവാക്കിയെന്ന് പറയും. ഇവർ ജനാധിപത്യം മുഴുവൻ കളഞ്ഞിരിക്കുന്നു, അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. ഇവിടെ ബൂത്ത് കെട്ടി ഫോൺ വിളിയിലൂടെ മെമ്പർമാരെ ചേർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല CPI. അതുപോലെ ഏതെങ്കിലും ഒരു കേന്ദ്ര കമ്മിറ്റി ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആളുകളെ വെക്കുന്ന പാർട്ടിയല്ല CPI. ഞങ്ങളുടെ പാർട്ടി ഉണ്ടായ കാലം മുതൽ ഞങ്ങൾക്ക് ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയ്ക്ക് കാലാനുസൃതമായ മാറ്റം വരുത്തി ഞങ്ങൾ കൊണ്ടുനടക്കുന്ന നിശ്ചിതമായ സംഘടനാ രീതി അനുസരിച്ച് ഞങ്ങൾ എല്ലാ വർഷവും കൃത്യമായി സംഘടനാ സമ്മേളനം നടത്തി ജനാധിപത്യപരമായി അതിന്റെ സംഘടനാ സംവിധാനം ഉണ്ടാക്കി ഞങ്ങളുടെ പാർട്ടി നയങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കൂലങ്കുഷമായ ചർച്ച നടത്തി അതിനെല്ലാം ജനാധിപത്യപരമായ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPI. ആ പാർട്ടിക്കകത്ത് അന്തചിത്രമുണ്ട്, ഗ്രൂപ്പുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വന്നതിന്റെ ഒരു പേരിൽ ഇതാ പാർട്ടിക്കകത്ത് ആകെ കുഴപ്പമാണ്. ഇപ്പൊ ഇത് സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ വ്യക്തമാണ്. ശ്രീ VS സുനിൽകുമാർ MLA, ശ്രീ K വേണു, ശ്രീ A സജീവൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.